ഒരുപാട് തിരക്കുകൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുന്യാവിലേക്ക് നമ്മളെ സൃഷ്ടിച്ചു വിട്ടതിന്റെ ലക്ഷ്യം എന്താണെന്ന് പോലും മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മുടെ ജീവിതം കാണുമ്പോൾ ഒരു പക്ഷെ തോന്നി. ഈ ലോകം ശാശ്വതമല്ല, പരലോകമാണ് നമ്മുടെ ശാശ്വതമെന്ന് അറിയാത്തവരുമല്ല നമ്മളാരും. ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കൃത്യമായ ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന ബോധ്യവും നമുക്ക്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആകുന്നത്? നമ്മളെക്കാൾ എത്രയോ വലിയ മഹാന്മാർ സ്വർഗം ഉറപ്പാണെന്ന് പോലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയ മഹാന്മാര് പോലും ആഖിറത്തെ കുറിച്ച് അവര് ബേജാറിലായി. അവരോടൊക്കെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായിരുന്നു. അദ്ദേഹത്തെ പോലെ ജനങ്ങളിൽ നിന്ന് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം വലിയ നിസ്കാരക്കാരനാണ്. രാത്രി മുഴുവൻ നിസ്കാരമാണ്, പകലൊക്കെ അദ്ദേഹത്തിന് നോമ്പാണ്. ജനങ്ങളുടെ ആവശ്യം വീട്ടുന്നതിൽ അദ്ദേഹം വളരെ കണിശത പുലർത്തുന്ന ആളായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, അള്ളാഹുവേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനൊന്ന് എനിക്ക് കാണണം, അദ്ദേഹത്തിന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അദ്ദേഹത്തെ കാണിച്ചു തന്നു. ആ സമയം ഞാൻ കണ്ടത് ഒരങ്ങാടിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. മഹാനവറുകൾ ഒരു അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. ആ സമയം ഞാൻ അദ്ദേഹത്തിനോട് സലാം ചൊല്ലി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം എന്റെ സലാം അടക്കി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയുണ്ട്? തങ്ങൾ മരണപ്പെട്ടു പോയിട്ട് എന്താണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വലിയ സന്തോഷത്തിലാണ്. ഖാല ബി ഖൈർ. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, എന്താ നിങ്ങളുടെ അവസ്ഥ? മാ വജത്ത, നിങ്ങൾ എന്താ എത്തിച്ചിട്ടുള്ളത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അൽ ആൻ ഹീന ഫറഗ്തു മിനൽ ഹിസാബ്. ഇപ്പോഴാണ് ഞാൻ ചോദ്യത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ ഹിസാബിൽ നിന്ന്, ചോദ്യത്തിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ റബ്ബിന്റെ അർഷിന്റെ അധിപതിയായ അള്ളാഹു, അവന്റെ കാരുണ്യം എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ഈ സ്ഥാനത്തിന്, എന്റെ സിംഹാസനം അല്ലെങ്കിൽ എന്റെ സ്ഥാനം ഇത് തകർന്നു പോകുമായിരുന്നു. അള്ളാഹുവിന്റെ കരുണാനിധിയായ അള്ളാഹുവിന്റെ ആ വലിയ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ആരാണ് ഉമർ തങ്ങൾ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. മുത്തനബിയുടെ ചാരത്ത് കിടക്കുന്ന ആളാണ്. വലിയ മഹത്വമുള്ളവരാണ്. ഒരിക്കലും പവറിന് അദ്ദേഹത്തിന് കുറവില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു, ഇപ്പോഴാണ് ഞാൻ ഹിസാബിൽ നിന്ന് ഒഴിവായതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, എത്രയാണ് നമുക്ക് ബോധിപ്പിക്കാനുള്ളത്, എത്രയാണ് നമുക്ക് അള്ളാഹുവിനോട് പറയാനുള്ളത്. നമ്മൾ എപ്പോഴാണ് ഹിസാബിൽ നിന്ന് ഒഴിവാകുന്നത്? അള്ളാഹു തആല നമ്മുടെ ഹിസാബുകളൊക്കെ എളുപ്പമാക്കി തരുമാറാവട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.